ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു കുനാഫൻ്റെ ഒരു റെസിപ്പി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കുനാഫ ഒന്ന് റെഡിയാക്കി എടുക്കണ്ട. കുനാഫൻ്റെ ഒരു ക്രീം വേണമല്ലോ എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുനാഫ നമുക്കൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുനാഫ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് ഒരു 180 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ്സ് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം നമ്മൾ കുനാഫ നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രൗണിഷ് ആയിട്ടുള്ള നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നല്ല കുനാഫ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എയർ ഫ്രയറുള്ള ആൾക്കാരൊക്കെ നമ്മൾ പാനിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ല, ഇളക്കാനും ആക്കാനൊക്കെ കുനാഫ ആക്കിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടുക. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ. അപ്പം ഞാനൊരു 1 മിനിറ്റും കൂടെ വെച്ചപ്പോൾ നല്ലോണം ക്രിസ്പിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്കതിൽ വേണ്ടിയിട്ടുള്ള പിസ്തൻ്റെ ക്രീം റെഡിയാക്കണമെന്നുള്ള. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിസ്ത വേണം, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്. ഇത് മൂന്നാണ് കേട്ടോ വേണ്ടത്. ആദ്യം പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. ഇതാണ് കേട്ടോ കുനാഫൻ്റെ ആ ഒരു ക്രീം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല റേറ്റല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ കൊണ്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമേ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഡേറ്റ്സിൻ്റെ ആ ഒരു സ്വീറ്റ്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ കുനാഫൻ്റെ ആ ഒരു ക്രീം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പം ഈത്തപ്പഴം നമുക്ക് വേണമല്ലോ. അപ്പോൾ ഈത്തപ്പഴം നമുക്ക് റമദാൻ കഴിഞ്ഞതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആ ഒരു ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് 2 എണ്ണം എന്നിട്ട് വെച്ച് കൊടുക്കുന്നത്. ഒന്നാകുമ്പോൾ നന്ന് ചെറുതായി പോകില്ല. ഇത് 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒട്ടിക്കോളുക. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ട്രയൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചോക്ലേറ്റൊക്കെ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കേണ്ടതല്ല. അപ്പം പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ബേക്കിംഗ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ വെച്ച് കൊടുത്താൽ നല്ലത് കേട്ടോ. ഇതുപോലത്തെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പരത്തിയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പരത്തിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു അതേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ നമ്മൾ കുനാഫിൻ്റെ ക്രീം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുനാഫ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പല പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ കുനാഫൻ്റെ ആ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ, പിന്നെ അതുപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ടുള്ള വേറൊരു വീഡിയോ, പിന്നെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ താഴെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ മേലേക്ക് ഞാൻ ഈ ക്രീം വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അത് കുറച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഇല്ല, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിൽക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഡാർക്ക് എടുത്താലും മതി കേട്ടോ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സൊക്കെ ആക്കിയിട്ട് നല്ല ഒരു ബോക്സിങ്ങിലാക്കിയിട്ട് കൊടുത്താൽ നല്ല ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഈ ഒരു സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതുപോലെ തന്നെ സ്വീറ്റ്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഈത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ അവർ. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു നമുക്ക് ക്രഞ്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ മേലേക്ക് ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പം മേലത്തെ ചോക്ലേറ്റ് ഒഴിച്ചത് കുറച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം പിസ്തൻ്റെ പൗഡർ കുറച്ചൊന്ന് മേലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ഇതിൻ്റെ മേലേക്കും ഇതുപോലെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മസ്റ്റായിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം അസ്സലാമു അലൈക്കും.